ടസർ സിൽക്ക് ഫാബ്രിക്കിലും ലിനൻ കോട്ടൺ ഫാബ്രിക്കിലും ഒരു പ്രീമിയം ആയിട്ട് നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാവുന്ന പോലത്തെ ഡിസൈനാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ലിനൻ കോട്ടൺ ഫാബ്രിക്കിലെല്ലാം പേസ്റ്റൽ ടോൺസിലാണ് വന്നിരിക്കുന്നത്. മറ്റേ സെമി ടസർ സിൽക്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ്സിലോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഡിസൈൻ നോക്കാം എങ്ങനെയാണെന്ന്. ഇതിൽ ആദ്യത്തെ കളർ വന്നിട്ടുള്ളൊരു ഗ്രീനാണ്. ഗ്രീൻ ആൻഡ് ഒരു ബേജ് കളർ കോമ്പിനേഷനിലാണ്, സ്ട്രൈപ്സ് ആണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സെമി ടസറിൽ തന്നെ നല്ല ഭംഗിയുള്ള, ഈവൻ ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലെല്ലാം ചെറിയ മിറർ വർക്കും വന്നിട്ടുണ്ട്, താഴെ ബോർഡർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ യോക്കിലേക്കാണ് പ്രിൻറ്റഡ് ഫാബ്രിക്കാണ്, അതും സെമി ടസർ തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ചുറ്റും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്, ചെറിയ മിറർ വർക്കും ഗോട്ടാപ്പട്ടിയുടെ വർക്കും കൂടെ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. ദുപ്പട്ട വരുമ്പം ഈ ഒരു പാറ്റേണിലാണ്, അതും ആ സെമി ടസറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫുൾ ഫ്ലോറിൽ വന്നിട്ട് താഴോട്ട് ബോർഡർ ഈ ഒരു ഡിസൈനിൽ വരുന്നതാണ്. ഏറ്റവും എൻഡിൽ ചെറിയ ലേസും കൊടുത്തിട്ടുണ്ട്, അത് ആ ഒരു ഹെം ലൈനിലുള്ള സെയിം പാറ്റേണിലുള്ള ലേസ്. ഓവറോൾ നല്ലൊരു ഡിഫറെൻറ്റ് യുണീക്ക് ഫീലുണ്ട്. നമ്മൾ യൂഷ്വലി കൊണ്ടുവരുന്ന കുറച്ചൊരു ഭംഗിയായിട്ടൊരു ഡിസൈനാണ്. ബാക്ക് സൈഡും ആ സ്ട്രൈപ്സ് വന്നിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ ഇതിൻ്റെ ഷാൻറ്റൂണാണ്. അതുപോലെയാണ് ഓവറോൾ ഡിസൈൻ വന്നിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് വരുമ്പോൾ ഇങ്ക് ബ്ലൂ ആണ്, അത് സെയിം ആ ബേജിൻ്റെ കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡായിട്ട്. ഇതിൻ്റെ ബോട്ടം എല്ലാം വരുന്നത് ഷാൻറ്റൂൺ അല്ല, ഇത് വന്നിരിക്കുന്നത് സാറ്റിൻ കോട്ടണിലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ദുപ്പട്ടയുടെ എൻഡിലോട്ടുള്ള ബോർഡർ ഈ ഒരു ഫിനിഷിൽ വരും. ഇതിലടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഡീപ്പ് മൗ പിങ്ക് കളറിലാണ്, ഒരു ബ്രൗൺ മിക്സ് ആയിട്ട് വരുന്ന പോലെ. ഈവൻ ആ ബ്രൗൺ കോമ്പിനേഷനാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ദുപ്പട്ടയിൽ. പിന്നെ ബോട്ടം വരുന്നതും ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട്. ഇങ്ങനെ 3 കളേഴ്സാണ് ഇതിലുള്ളത്. ലിനൻ കോട്ടണിൽ വരുമ്പോൾ ഇത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള പിസ്ത ഗ്രീൻ ആണ്. അപ്പോൾ ഇത് ലിനൻ കോട്ടണിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ കുറച്ചുകൂടെ കൂടുതൽ ബ്ലെൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. യോക്കിലേക്ക് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഡിജിറ്റൽ പ്രിൻസിൽ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. ഹാൻഡ് വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും ലിനൻ കോട്ടണിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിനൻ കോട്ടൺ ആണ്, അതിലോട്ട് ഡിജിറ്റൽ പ്രിൻസ് ഫ്ലോറൽ പാറ്റേൺ. അപ്പോൾ ഓവറോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഫാബ്രിക് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് ലിനൻ കോട്ടണിൽ. ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂൺ ആണ് ഇതിൻ്റെ പെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓവറോൾ ഡിസൈൻ ഇതുപോലെ വരും. നെക്സ്റ്റ് ഷെയ്ഡ് ഇതിൽ വന്നിട്ടുള്ളൊരു സിൽവറിഷ് ഗ്രേ ടോണിലോട്ടാണ്. യോക്കിലുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് എല്ലാം സെയിം തന്നെ വരും. ഈവൻ ദുപ്പട്ടയിലുള്ള കളർ കോമ്പിനേഷൻ എല്ലാം എല്ലാ ഷെയ്ഡ്സിലും ഒരുപോലെയാണ് വന്നിട്ടുള്ളത്. അടുത്ത നല്ലൊരു ഷെയ്ഡാണ്, യൂഷ്വലി നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് പീച്ചും ഒരു ചിക്കുവും അങ്ങനെ ഒരു എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള നല്ലൊരു പേസ്റ്റൽ ടോണിലോട്ട് വന്നേക്കുന്നതാണ്. ഈവൻ ദുപ്പട്ടയെല്ലാം അതേ കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അടുത്ത ഷെയ്ഡ് ഒരു പേസ്റ്റൽ സീ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത്, അതേ സെയിം ഡിസൈനിൽ.